Good morning, all. Okay, class start ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലബോറട്ടറിയിലെ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? കുറച്ച് ദിവസമായി ഇല്ലേ? സേഫ്റ്റി ഇൻ ലബോറട്ടറി നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചതല്ലേ? ആണോ? ആ പാരഗ്രാഫ് വരെയാണ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, പോയിന്റ്സ് വായിച്ചായിരുന്നോ? ജനറൽ സേഫ്റ്റി മെഷേഴ്സ് തുടങ്ങിയില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് ജസ്റ്റ് ഒന്നും കൂടി പോയിന്റ്സ് പാരഗ്രാഫ് ഒന്ന് വായിക്കാൻ കേട്ടോ. ഓൾറെഡി പറഞ്ഞതാണ് എങ്കിലും ഒന്ന് വായിക്കാം. Personnel who are working in laboratories may be subjected to risk from various chemicals, infections, materials, fire danger, electrical shock, gas leak, etc. അല്ലെ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഒത്തിരി പലതരത്തിലുള്ള റിസ്കുകളെ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇൻഫെക്ഷൻസ്, മെറ്റീരിയൽസും, ഫയർ ഡേഞ്ചറും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്കുകൾ, ഗ്യാസ് ലീക്കേജസ് തുടങ്ങിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. The environment is also a risk of being contaminated by dangerous materials used and wastes generated in the laboratory. അപ്പോൾ സ്റ്റാഫുകൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടത് എന്നതുപോലെ തന്നെയാണ് എൻവയോൺമെന്റ്, നമ്മളുടെ പരിസ്ഥിതിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു. ലബോറട്ടറിയിൽ വരുന്ന വേസ്റ്റ് മാലിന്യങ്ങളും തുടങ്ങിയ മെറ്റീരിയൽസുകളും നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമാണ്. Policies should define the use of sharp disposal of bio-waste, reagent, sharp and other waste involved in laboratory according to the local and national regulations. അല്ലെ, അവിടെ ഉപയോഗിക്കുന്ന ഷാർപ്പുകളും ബയോമെഡിക്കൽ വേസ്റ്റുകളും ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ് അനുസരിച്ച്, അതായത് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഡിസ്പോസൽ അതിന്റെ കളർ കോഡ് അനുസരിച്ചിട്ടുള്ള കണ്ടെയ്നറുകളിൽ വേണം നിക്ഷേപിക്കുവാൻ. ഓൾറെഡി ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തതാണോ നിങ്ങൾക്ക്? കഴിഞ്ഞാണോ ചാപ്റ്റർ എടുത്തോ ബയോമെഡിക്കൽ വേസ്റ്റ്? ഓക്കെ, അപ്പോ അതിൽ നമ്മൾ ടേബിൾ ഒക്കെ നോക്കിയതില്ലേ? ഓർക്കണോ? ഓരോ കളർ കോഡുകള്, ഷാർപ്പ് വേസ്റ്റുകള്, ലിക്വിഡ് ആയിട്ടുള്ളതും അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തരംതിരിച്ചു വയ്ക്കുന്നത്. It is necessary to train all personnel in standard precautions. Safety in laboratories therefore include protection of both the personnel and environment from dangerous materials. സോ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ലാബ് കോട്ട് ധരിക്കുക, PPE ഒക്കെ കൃത്യമായിട്ട് ധരിച്ചിരിക്കണം. അത് പേഴ്സണൽസിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനും നമ്മൾക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസുകൾ എടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ഇങ്ങനെയാണ് ഒരു ലബോറട്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സുകളാണ് പറയുന്നത്. ഓരോ പോയിന്റ് വായിക്കാം. ഫസ്റ്റ് വൺ, all laboratory personnel should have knowledge of the laboratory safety policies and procedures and act in accordance with these at all times. അല്ലെ, ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഈ പേഴ്സണൽ ഉദ്ദേശിക്കുന്നത് ആ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, എല്ലാ ലബോറട്ടറിയിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ should have knowledge of laboratory safety. അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ലബോറട്ടറിയിലെ സുരക്ഷയെ കുറിച്ച്, ആ സുരക്ഷാ പോളിസികൾ അല്ലെ, ആ മാനദണ്ഡങ്ങളെ കുറിച്ചും ആ നടപടികളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ്. എല്ലായ്പ്പോഴും ആ സുരക്ഷാ നയങ്ങളെ കുറിച്ചിട്ട്, ആ ഒരു നയങ്ങൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നതിനനുസരിച്ചിട്ട് വേണം അവരൊരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുവാൻ. ഇപ്പോ നമുക്കറിയാം, ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫ് ലാബ് കോട്ട് ധരിച്ചിരിക്കണം അല്ലെ, അതൊക്കെ അവർക്കറിയാം, അവരുടെ ഒരു പോളിസിയാണത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ആണ്. ലാബ് കോട്ട് ധരിക്കുക, മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ഇടുക അല്ലെ, എന്നുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയുകയും ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം അവര് ലബോറട്ടറിയിൽ പ്രവർത്തിക്കുവാൻ, മീൻസ് വർക്ക് ചെയ്യുവാൻ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? സ്റ്റാഫുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യണം, അതനുസരിച്ചിട്ട് വേണം സ്റ്റാഫുകൾ പെരുമാറുവാൻ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. അല്ലെ, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ഒരു പ്രിപ്പയർ ചെയ്യണം എന്ന്, അതായത് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഏതൊക്കെ കാര്യങ്ങളാണ് അപകടകരം, ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. സോ അപ്പൊ അതനുസരിച്ചിട്ട് വേണം ആ മെറ്റീരിയലിനോട് നമ്മൾ പ്രവർത്തിക്കുവാൻ. അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്,
eye wash facility should be made available as stand-alone facility or attached to sink. അല്ലെ എന്താ സ്റ്റാൻഡ് അലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. അതായത് ഐ വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ലബോറട്ടറിയിൽ ഐ വാഷ് ഫെസിലിറ്റി മീൻസ് നമ്മുടെ കണ്ണ് കഴുകാനൊക്കെയുള്ളൊരു സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡ് അലോൺ അതായത് ഒറ്റയ്ക്ക് നിന്നിട്ട് കഴുകാനുള്ള സംവിധാനങ്ങൾ. ഓർ അറ്റാച്ച്ഡ് സിങ്ക് ഒരു സിങ്ക് മാത്രമായിട്ടൊക്കെ കഴുകാനായിട്ടുള്ളത്. ഇപ്പൊ ചില ഏരിയകളിൽ നമ്മുടെ ഒത്തിരി പൈപ്പുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ നമ്മൾ കണ്ണിൽ കഴുകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് അഴുക്കുകളൊക്കെ തീർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാൽ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് അലോൺ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് കഴുകാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ഒറ്റതിൽ ഒരു സിങ്ക് മാത്രമായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. Then മൂന്നാമത്തെ പോയിന്റ് അതാണ് ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ. തനിയെ നിന്നുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കഴുകാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. Then biohazard symbols should be used on all container equipment that contains bio-dangerous materials. അല്ലെ ഈ ബയോഹസാർഡ്സ് സിംബൽസ് അതായത് കണ്ടെയ്നറുകൾക്ക് നമ്മൾ എക്യുപ്മെന്റ്സുകളും കണ്ടെയ്നറുകളും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെയാണ് ആ എക്യുപ്മെന്റിൽ അല്ലെങ്കിൽ ആ കണ്ടെയ്നറെങ്കിൽ അതില് സിംബലുകൾ വെച്ചിരിക്കണം. അതായത് സിംബൽ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ സിംബൽസ് പഠിച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? സിംബൽസുകൾ വെക്കില്ലേ? ബയോഹസാർഡ്സ് അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിംബലുകൾ വെക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള സിംബൽസുകൾ വെക്കുക പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ബയോഹസാർഡ് സിംബൽസ് ഷുഡ് ബി used on all container equipment that contains bio dangerous material. Then അടുത്ത പോയിന്റ് laboratory personnel should be completely trained in managing fire and non-fire emergencies like large spillage, gas leakage, etc. അപ്പോ അതുപോലെ തന്നെ ലബോറട്ടറി പേഴ്സണൽ കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം. ഇപ്പൊ ഒരു മാനേജിങ് ഫയർ എന്തെങ്കിലും ഒരു ചെറിയൊരു തീപിടുത്തമൊക്കെ ഉണ്ടായി, അപ്പൊ അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിൻഡ് ഉണ്ടായിരിക്കണം ലബോറട്ടറി സ്റ്റാഫുകൾക്ക്. അതുപോലെ നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ഇപ്പോ അങ്ങനെ നോൺ ഫയർ അല്ലാത്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജസുകൾ അല്ലെ, മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. സോ അങ്ങനെയുള്ള ഗ്യാസ് ലീക്കേജസുകളോ അങ്ങനെ എന്തെങ്കിലും ചോർച്ചയും മറ്റും വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള അത്യാവശ്യം ട്രെയിനിങ് ഈ ലബോറട്ടറി സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, then next point, ample fire extinguisher should be quickly available in the laboratory. പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ട് ലബോറട്ടറിയിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടായിരിക്കണം. ലബോറട്ടറിയുടെ ഉള്ളിലോ ലബോറട്ടറിയുടെ തൊട്ട് പുറമേ ആയിട്ടോ ഒരു എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടായിരിക്കണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോസ്പിറ്റലിലൊക്കെ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലൊക്കെ ഉണ്ടാകും അല്ലെ? എന്ത് കളറാണ് ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർക്ക്? ഏത് കളറാണ്? റെഡ് കളറിലായിരിക്കും കൂടുതൽ അല്ലെ? ഓക്കെ, then next point, accident, incident, injuries record of laboratory personnel should be kept and intimated to designated authority. ഇനി അതായത് ലബോറട്ടറി ജീവനക്കാർക്ക് എന്തെങ്കിലും ചെറിയ ലബോറട്ടറിയുടെ ഉള്ളിൽ വെച്ച് വല്ല ആക്സിഡന്റുകൾ അതായത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ ഇൻസിഡൻസ് എന്തെങ്കിലും സംഭവങ്ങളോ ഇഞ്ചുറീസ് ചിലപ്പോ എക്യുപ്മെന്റ് എന്തെങ്കിലും കൊണ്ട് ഇഞ്ചുറീസ് സംഭവിക്കുക ഇങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിൽ അത് ലബോറട്ടറി റെക്കോർഡില് രേഖ സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, നേരത്തെ അതോറിറ്റി ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ചിലപ്പോ നമ്മൾ ഡയറക്ടറിനോടായിരിക്കും പറയേണ്ടത്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആ ഒരു പേഴ്സണെ വിവരം അറിയിക്കുകയും ചെയ്യുക. ലബോറട്ടറിയിൽ വെച്ച സ്റ്റാഫിന് എന്തെങ്കിലും ആക്സിഡന്റോ ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ ഇഞ്ചുറീസോ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു റെക്കോർഡിൽ സൂക്ഷിക്കുക. ഇത് സംഭവിച്ചു എന്നുള്ളതൊരു രേഖ സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അറിയിക്കുകയും ചെയ്യുക. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലാബ് ഡയറക്ടർ അറിയിക്കണം, ദെൻ പേഴ്സണൽ കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റിലേക്ക് അറിയിക്കുക. ഇത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ജനറൽ സേഫ്റ്റി മെഷേഴ്സില 7 പോയിന്റ് ആണ് നമ്മൾ വായിച്ചത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. 7 പോയിന്റ് ആണ് വായിക്കുക കേട്ടോ, മനസ്സിലാക്കി വായിക്കുക കേട്ടോ.
Okay, complete ചെയ്തോ 8 point. Okay. 7th point ഡൗട്ട് ഉണ്ടോ? അതായത് ലബോറട്ടറിയിൽ ലബോറട്ടറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് ലബോറട്ടറിയിൽ സംഭവിക്കുകയാണെങ്കിൽ അത് അവരുടെ റെക്കോർഡിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയിലേക്ക് ലാബ് മാനേജറിനെയോ അല്ലെങ്കിൽ ലാബ് ഡയറക്ടറെ സൂപ്പർവൈസറെയോ വിവരം അറിയിക്കുക. ആ സ്റ്റാഫിന് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലും ഷാർപ്പുകൾ കൊണ്ട് എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാവും, എന്തെങ്കിലും കെമിക്കൽ ചിലപ്പോൾ തെറിക്കുകയോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് റെക്കോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒന്ന് മാനേജറെയോ അല്ലെങ്കിൽ ഡയറക്ടറെയോ വിവരം അറിയിക്കുക. ക്ലിയർ ആയോ? 7th പോയിന്റ് ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റിലേക്ക് പോവാം കേട്ടോ. ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സ് ഉണ്ട്. അടുത്ത പോയിന്റ് നോക്കി. Do not chew gum, drink, smoke or eat while working in the lab. ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ടൈമില് സ്റ്റാഫുകളാണെ എന്ത് ചെയ്യാൻ പാടില്ല? ഗം മീൻസ് നമ്മൾ എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കുകയോ ഡ്രിങ്ക് ചെയ്യുകയോ സ്മോക്ക് ചെയ്യുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഈ കെമിക്കൽസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകാൻ. ഓക്കെ, laboratory glassware should never be used as food or beverage containers. ലബോറട്ടറിയിലെ ഗ്ലാസ്വെയർ ചിലപ്പോൾ ടേബിൾ ഒക്കെ ഗ്ലാസ്വെയർ പോലെ ആയിരിക്കും അല്ലെ, ഗ്ലാസസ് ആയിരിക്കും. അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കാനോ ബിവറേജ് കണ്ടെയ്നേഴ്സ്. എന്താ ഈ ബിവറേജ് കണ്ടെയ്നേഴ്സ് ഉദ്ദേശിക്കുന്നത്? അതായത് കണ്ടെയ്നറിൽ ഇപ്പൊ നമ്മൾ ജ്യൂസും ഡ്രിങ്ക്സുകളൊക്കെ ഇങ്ങനെ കണ്ടെയ്നർ ബോട്ടിലുകൾ കിട്ടില്ലേ, ആ ഒരു ഇതിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജ്യൂസുകളൊക്കെ കിട്ടില്ലേ കണ്ടെയ്നർ പോലത്തെ ബോട്ടിലുകള് കിട്ടില്ലേ, ഇപ്പൊ ഫ്രൂട്ടി അങ്ങനെയുള്ള കണ്ടെയ്നറിലൊക്കെ ആയിട്ട് കിട്ടില്ല നമുക്ക്. അത് അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലബോറട്ടറിയുടെ ഗ്ലാസ്സിൽ ടേബിൾ പോലെ വെച്ചിട്ട് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. ഓക്കെ, ഇതുകൊണ്ടാണ് ഇവിടെ കെമിക്കൽസും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതിനാൽ ഇങ്ങനെയുള്ള ഫുഡും മറ്റും അലൗഡ് അല്ല. Then അടുത്ത പോയിന്റ്, always put on suitable clothing. Chemically resistant lab coats or aprons are suggested. അല്ലെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്, കെമിക്കലി റെസിസ്റ്റന്റ് ചെയ്യുന്നത്. അതായത് കെമിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ലാബ് കോട്ടുകൾ ധരിക്കണം. എങ്ങനെയായിരിക്കും ഈ ഹോസ്പിറ്റലിലെ ലാബ് കോട്ടുകളുടെ അതിന്റെ മെറ്റീരിയൽ എങ്ങനെയായിരിക്കും? അത്യാവശ്യം നല്ല കട്ടിയുള്ള ചാക്ക് പോലത്തെ മെറ്റീരിയൽ ആയിരിക്കും ഇല്ലേ? ആണോ? ലബോറട്ടറിയിൽ കോട്ടുകള് അവരുടെ സാധാ തുണിയല്ല, അത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. മീൻസ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഓർ അപ്രോൺസ് ആർ സജസ്റ്റഡ്. അപ്രോൺ എന്ന് പറഞ്ഞാൽ അപ്രോൺ മീൻസ് നമ്മൾ ഇതേ പുറമെ കിട്ടില്ലേ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അത് അപ്രോണും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. മെറ്റീരിയൽസിന് കെമിക്കൽസിനെ നമ്മൾ മീൻസ് പ്രതിരോധിക്കണം നമ്മുടെ ശരീരത്തേക്ക്, സ്കിന്നിലോട്ട് ആകാതെ. അതുകൊണ്ടാണ് അത്രയും കട്ടിയായിട്ടുള്ളത് തന്നെ അവിടെ ചൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഹാൻഡിൽ നീഡിൽസ് സിറിഞ്ചസ് ആർ അതർ ഷാർപ്പ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതീവ തീവ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി വേണം നീഡിൽസും അതുപോലെ തന്നെ സിറിഞ്ചസും ഷാർപ്പ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുവാൻ. Compressed gas cylinders should be secured to prevent them from being knocked over. Knocked over എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാകും അല്ലെ, കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ ലബോറട്ടറിയുടെ ഉള്ളിൽ ഉണ്ടാകും. സോ അത് നോക്ക്ഡ് ഓവർ
വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിമുട്ടാനായിട്ട് തമ്മിൽ കൂട്ടിമുട്ടാനായിട്ട് പാടില്ല. അപ്പൊ അതനുസരിച്ചിട്ട് ഓരോ ഗ്യാസ് സിലിണ്ടറുകളും കൂട്ടിമുട്ടിച്ച് വെക്കാതെ നീക്കി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെക്കുക. കൂട്ടി ഉരസുമ്പോൾ ചിലപ്പോൾ ലീക്കേജസ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാൽ എന്ത് ചെയ്യാം, അത് അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യണം. കൂട്ടിമുട്ടാതെ ശ്രമിക്കുക. ലോക്ക്ഡ് ഓവർ എന്ന് വെച്ചാൽ കൂട്ടിമുട്ടുക, കൂട്ടി ഉരസുക എന്നൊക്കെ ഉള്ളത് മീനിങ് ആണ് കേട്ടോ. Then last point, in the case of a chemical splashing into your eyes or on your skin, immediately flush the affected area with running water for at least 20 minutes eye wash facility. In case chemical എന്തെങ്കിലും splash ചെയ്യാൻ means തെറിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലോട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ലബോറട്ടറി വർക്ക് ചെയ്യുമ്പോൾ കെമിക്കൽസ് തെറിക്കുകയാണെങ്കിൽ ഐ വാഷ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ടോ കണ്ണിലോട്ടോ തെറിക്കുകയാണെങ്കിൽ ഏത് ഏരിയയിലാണോ, നമ്മുടെ സ്കിന്നിലാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണിലാണെങ്കിൽ ആ ഒരു ഏരിയ 20 minutes നമ്മൾ ഐ വാഷ് ചെയ്യണമെന്ന്. 20 minutes എങ്കിലും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ പോരാ, 20 minutes നല്ല രീതിയിൽ സ്കിന്നിലാണെങ്കിൽ സ്കിന്നില്, കണ്ണിലോട്ടാണെങ്കിൽ കണ്ണില് നല്ല രീതിയിൽ നമ്മൾ കളിച്ച് അത് കളയണം. കെമിക്കല് പോകാനായിട്ട് 20 minutes വാഷ് ചെയ്യുക. ഇത്രയുമാണ് ലബോറട്ടറിയിലെ ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ പറയുന്നത്. വായിച്ചു നോക്കി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ വായിക്കാത്ത പോയിന്റ്സ്. Complete ചെയ്തോ പോയിന്റ്സ്? അപ്പോ ജനറൽ സേഫ്റ്റി മെഷേഴ്സ് പൊതുവായിട്ട് നമ്മൾ എടുക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സിംബൽസ് ആണ് കേട്ടോ. നോക്കിയേ, നമ്മൾ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ? ഈ സിംബൽസുകൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ലബോറട്ടറിയുടെ ഏരിയയിൽ കൊടുക്കുന്ന സിംബൽസുകളാണ്. ഒന്ന് നോക്കിയ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ലബോറട്ടറിയിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും നാളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? അപ്പൊ ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനുള്ള സിംബൽസുകളും മറ്റും ലബോറട്ടറിയിൽ ഉണ്ടാവുന്ന കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ ഇൻഫ്ലേമബിൾ അല്ലെ, ഡേഞ്ചർ ആയിട്ടുള്ളത്, തീയെ സൂചിപ്പിക്കുന്നതാണ് ഫ്ലേമബിൾ ആയിട്ടുള്ളത്. ദെൻ ഹാർംഫുൾ, ഹാനികരമായിട്ടുള്ള. ദെൻ കോറസീവ്, കോറസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോറസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ഉണ്ടെന്ന്, അതായത് മീൻസ് ഒരു കാർന്ന് തിന്നുന്നൊക്കെ പറയില്ലേ, കെമിക്കൽ ആണ് അവിടെ. ഓക്കെ, കെമിക്കൽസിന്റെ ഒരു സാന്നിധ്യം, അതാണ് കോറസീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇലക്ട്രിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു സൈൻ ആണ് അല്ലെ? അപ്പൊ ഇലക്ട്രിക്കൽ ഹസാർഡ്. നിങ്ങൾ ഈ സിംബൽസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, കാരണം എക്സാമിന് ചിലപ്പോൾ സിംബൽ ചോദിച്ചിട്ട് ചിലപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതൊക്കെ ചോദിക്കാം അല്ലെ? അപ്പൊ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇപ്പൊ ഇൻഫ്ലേമബിൾ, ഹാർംഫുൾ, കോറസീവ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, പോയിസൺസ് വരുന്നത്. റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, എന്തെങ്കിലും സ്ഫോടനം നടക്കുന്നത്. ബയോ ഹസാർഡ്സ് മീൻസ് നമ്മളെ ജൈവ അപകടങ്ങൾ. റേഡിയേഷൻ, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു സിംബലാണ് കേട്ടത്. റേഡിയേഷൻ ഒരു ഫാനിന്റെ ഒരു മോഡലാണ് കണ്ടോ. ദെൻ വെയർ ഗ്ലൗസ്, ഗ്ലൗസസ് ധരിക്കുക എന്നുള്ളത്. ഫുൾ മാസ്ക് മസ്റ്റ് ബി വോൺ, ആ ഏരിയയിലോട്ട് പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ മാസ്ക് ധരിക്കണം. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ദെൻ ലാസ്റ്റ് വൺ ഏതാണെന്നത്? എന്തിന്റെ സൈൻ ആണ്? എന്താണ് സിമ്പിൾ? പിക്ചർ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നോ സ്മോക്കിംഗ് അല്ലെ? സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിക്ചർ ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങള്.
അറിയാൻ പാടില്ലാത്ത പിക്ചറുകൾ പ്രത്യേകം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമിന് ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഒന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം സൈൻസ് ആൻഡ് സിംബൽസ്. ഓക്കെ, നോക്കിയോ? നെക്സ്റ്റ് വൺ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്. ലാബ് മാനേജറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒത്തിരി പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. ഏകദേശം കുറച്ച് പോയിന്റ്സ് എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് മൊത്തം കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് നടക്കുന്ന കാര്യമില്ലാന്ന് അറിയാം, എങ്കിലും ഒന്ന് അർത്ഥം മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ബാക്കി ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ വായിക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും മനസ്സിലാക്കി വായിച്ചവർക്കാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. Job responsibilities are common for lab manager. Lab manager job responsibilities നോക്കാം. First one, outline, execute and supervise the laboratory's quality management program. Laboratory quality management പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ, ഔട്ട്ലൈൻ രൂപരേഖ തയ്യാറാക്കുക. അതിന് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ടോട്ടലി ഒരു മാനേജ്മെന്റിന്റെ പ്രോഗ്രാം, ലബോറട്ടറി പ്രവർത്തനങ്ങൾ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കണം, അത് നടപ്പിലാക്കണം, അതിനെ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ, കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് whenever needed. ഹോസ്പിറ്റലിലെ മറ്റ് നഴ്സിംഗുമായിട്ടും മറ്റ് സ്റ്റാഫുകളുമായിട്ടും ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. whenever need, ആവശ്യമുള്ളപ്പോൾ അവരോടൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. Then മൂന്നാമത്തെ പോയിന്റ്, implement policies and procedures connected with the specific area. ഇംപ്ലിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപ്പാക്കുക. നിർദ്ദിഷ്ട മേഖലയിലുള്ള അവിടെയുള്ള പോളിസികളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും നടപ്പിലാക്കുക. ഇപ്പൊ ലബോറട്ടറിയിൽ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, സ്റ്റാഫുകൾക്കുള്ള പോളിസീസ് കാര്യങ്ങളും നടപ്പിലാക്കുക. ഇംപ്ലിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുക. Then നാലാമത്തെ പോയിന്റ്, access, observe, track and prime technical and employee performance. അല്ലെ, എംപ്ലോയിയുടെ പെർഫോമൻസിന് എന്ത് ചെയ്യുക? വിലയിരുത്തണം, അത് നിരീക്ഷിക്കണം, അതിനെ ട്രാക്ക് ചെയ്യുക. ഇന്ത്യക്കാണ് ഓരോ സ്റ്റാഫുകളും അവരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നിരീക്ഷിക്കുക. ദെൻ അവര് എന്ത് ചെയ്യുക? വിലയിരുത്തുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രാക്കിലോട്ടാണോ, അവര് ശരിയായിട്ടുള്ള ഒരു ട്രാക്കിലാണോ അവര് പോകുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. Then അഞ്ചാമത്തെ പോയിന്റ്, arrange on-site training for new existing staff members. On-site training for new and existing staff members. അല്ലെ, അതായത് ഓൺ സൈറ്റ് എന്ന് വെച്ചാൽ ലബോറട്ടറിയുടെ ഉള്ളിൽ തന്നെ ആ ഒരു സൈറ്റിൽ തന്നെ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫിനും എക്സിസ്റ്റിംഗ് നിലവിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനും ഒരു ട്രെയിനിങ്സും അല്ലെങ്കിൽ എന്താ ട്രെയിനിങ്ങുകൾ കൊടുക്കാണ്. പുതിയ സ്റ്റാഫുകളൊക്കെ വരും. ഇപ്പോ ലബോറട്ടറി കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള, ഇപ്പൊ MLT അങ്ങനെ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസുകൾ വരും അല്ലെ. മീൻസ് അവരൊരു ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി ഒരു 3 months 6 months ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി വരും. സോ അവർ വരുമ്പോൾ അവർക്ക് അതിനുള്ള ട്രെയിനിങ്സുകൾ കൊടുക്കുക. നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാഫിനായിട്ടുണ്ടെങ്കിലും പുതിയ ട്രെയിനിങ്സ് കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ്. ഓൺ സൈറ്റ് എന്ന് വെച്ചാൽ അവിടെ തന്നെ ലബോറട്ടറിയിൽ തന്നെ അതിനുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് നൽകുക. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. അല്ലെ, ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർവഹിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നടത്തുക, നടപ്പിലാക്കുക, നിർവഹിക്കുക. ഡിസ്ചാർജ് എഴുതി വെച്ചോളൂ കേട്ടോ. ഡിസ്ചാർജ് അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതലകളൊക്കെ നിർവഹിക്കുക.
ഓക്കെ, ഫസ്റ്റത്തെ 6 പോയിന്റ് ആണ് പറഞ്ഞത്. അതൊന്ന് വായിച്ചു നോക്കിയേ. ആദ്യത്തെ 6 പോയിന്റ് വായിക്കാം കേട്ടോ. സിക്സ്ത് പോയിന്റ് പറയുന്നത് ലബോറട്ടറി പ്രവർത്തനങ്ങൾ. ലാബ് മാനേജർ ആണല്ലോ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. സോ ഈ ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക. പോളിസീസ് പ്രൊസീജിയർ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലേ, ഒരു ഔട്ട്ലൈനും സൂപ്പർവൈസ് ഒക്കെ ചെയ്യുക. അത് സെയിം തന്നെയാണ് വീണ്ടും പറയുന്നത്. ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുക. ആ ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെന്റൻസ് കുറച്ച് മനസ്സിലാവാത്ത രീതിയിൽ വളച്ചൊടിച്ചൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ സിമ്പിൾ ആണ്, അതിന്റെ മീനിങ് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റത്തെ 6 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് ഡിസ്ചാർജ് വരെ. ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ, 7ാമത്തെ പോയിന്റ് നോക്കാം. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് കസ്റ്റമർ സർവീസ് കുറച്ചും കൂടി വിപുലീകരിക്കുക. ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. ഇന്റേണൽ ആയിട്ടുള്ള ഓൾറെഡി അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടും പുറമേ നിന്നും പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോടും കുറച്ചും കൂടി സർവീസസ്, അവർക്ക് നല്ലൊരു സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. Make sure that communication of laboratory data and appropriate result reporting. Make sure that അല്ലെ, അതായത് ലബോറട്ടറിയുടെ ഡാറ്റകളും അതുപോലെ തന്നെ റിസൾട്ടുകളും അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അതായത് അവർ ചെയ്തിരിക്കുന്ന ഡാറ്റകൾ കൃത്യമാണോ, അതുപോലെ തന്നെ റിസൾട്ടുകളൊക്കെ എക്സാക്ട് റിസൾട്ട് ആണോ, ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. Then release sample to laboratory staff and communicate due dates and turnaround times. മീൻസ് നമ്മൾ സാമ്പിൾ കൊടുക്കുമ്പോൾ എന്താ ഈ ടേൺ ടൈംസ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സാമ്പിൾ സ്വീകരിച്ചിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കാൻ എടുക്കുന്ന ടൈമും അത് കൃത്യമായിട്ടും റിലീസ് ടൈമും അല്ലെങ്കിൽ ആ ഒരു ഡ്യൂ ഡേറ്റും പറയണമെന്ന്. അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, ഇപ്പോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയി, അപ്പൊ ചില ടെസ്റ്റുകൾ അവര് ചിലപ്പോ 1-2 ദിവസമൊക്കെ എടുക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ടെസ്റ്റുകൾ കുറച്ച് അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് വൈകും. ഇപ്പൊ TSH തൈറോയിഡ് ടെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അപ്പൊ തന്നെ കിട്ടാറുണ്ടോ റിസൾട്ട്? TSH ഒക്കെ എടുക്കില്ലേ, തൈറോയിഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴേ റിസൾട്ട് കിട്ടാറില്ല. അപ്പൊ അവര് ആ ഒരു കറക്റ്റ് ഡേറ്റ് പറയും അല്ലെ, അല്ലെങ്കിൽ ഇന്ന ഡേ റിസൾട്ട് ആകുള്ളൂ. നമ്മളോട് ആ കറക്റ്റ് ഡേറ്റും അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷന്റെ ആ ഒരു ഡേറ്റും റിസൾട്ട് വരുന്നത് എപ്പോഴാണെന്ന് നമ്മളോട് ഇൻഫോം ചെയ്യുമെന്ന്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡ്യൂ ഡേറ്റും ടേൺ അറൗണ്ട് ടൈംസും. അതായത് ആ ഒരു സാമ്പിൾ സ്വീകരിച്ചിട്ട് റിസൾട്ട് എടുക്കാൻ നിൽക്കുന്ന ടൈം ലൈൻ എത്ര ദിവസത്തിനുള്ളിൽ ആകും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറൊക്കെ മതിയാകും. സാധാരണ നോർമൽ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് റിസൾട്ടൊക്കെ ആകും അല്ലെ. പക്ഷെ ചില ടെസ്റ്റുകൾ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ 3 ദിവസം, അലർജി ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം 4 ദിവസം ഒക്കെ പിടിക്കും. അപ്പൊ ആ ഒരു ഡ്യൂ ഡേറ്റ് പറയാതെ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടേൺ അറൗണ്ട് റിലീസ് ചെയ്യുന്നത്, സാമ്പിളിന്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്ന ആ ടേൺ അറൗണ്ട് ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുക. Then
Responsible, sorry, okay. Guide the handling and resolution of complex issues and complaints. Guide means മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എപ്പോ resolution and complex issue and complaints അല്ലേ കാര്യം എന്തെങ്കിലും കോംപ്ലക്സ് ഇഷ്യൂ ലബോറട്ടറി സംഭവിക്കുകയാണെങ്കിലോ കംപ്ലൈൻസുകളൊക്കെ വരികയാണെങ്കിൽ ഈ ലാബ് മാനേജർ ആയിരിക്കണം അത് ഹാൻഡിൽ ചെയ്ത് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുവാൻ. അദ്ദേഹത്തോടായിരിക്കുമല്ലോ പറയുന്നത് കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ. Then responsible for all employees who are working at lab or demand facilities. എന്താണ് പറയുന്നത്? Responsible for all who are working on lab or demand facilities. ഡിമാൻഡ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണമെന്ന്. ഡിമാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റികൾ ഇപ്പോ അത്യാവശ്യം ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലബോറട്ടറിയിൽ ടോയ്ലറ്റ് ഫെസിലിറ്റികളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള മീൻസ് അവർക്ക് വേണ്ടതായിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ലബോറട്ടറി മാനേജർക്കാണ്. ഓക്കെ, ആവശ്യത്തിനുള്ള മീൻസ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം സ്റ്റാഫുകൾക്ക്. ദെൻ നമ്മൾ എത്ര പോയിന്റ് നോക്കി? ഓക്കെ, 5 പോയിന്റ് ആണ് വായിച്ചത്. 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിക്കാം കേട്ടോ. എക്സ്റ്റെൻഡ് കസ്റ്റമർ തുടങ്ങി റെസ്പോൺസിബിൾ വരെ നോക്കി. അത്രയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഒത്തിരി പോയിന്റ് ഉണ്ട്, അതാണ് ഞാനൊന്ന് വായിച്ചു നോക്കാൻ പറയണേ കേട്ടോ. ടോട്ടൽ ഒരുമിച്ച് പറയണേലും നല്ലത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഓരോ പോയിന്റ് സെറ്റ് ആയിട്ട് പറയാം. ഓക്കെ, 5 പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Ensure adherence with the federal, state and system regulations to provide operations. ലബോറട്ടറിയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ്, അതായത് ഗവൺമെന്റ് പോളിസികളും അതുപോലെ തന്നെ ലബോറട്ടറി സേഫ്റ്റി, ക്വാളിറ്റി ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് പാലിക്കുന്നുണ്ടെന്ന്, അദറൻസ് എന്ന് വെച്ചാൽ പാലിക്കുക. ഫെഡറൽ, സ്റ്റേറ്റ് നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ലബോറട്ടറി വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. Then assure compliance with all corporate policy procedures in laboratory. ഇതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസികളും മറ്റും നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലബോറട്ടറി സേഫ്റ്റി അതുപോലെ തന്നെ ക്വാളിറ്റി പോളിസി. നമ്മളിപ്പോ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന വേസ്റ്റുകൾ സംവിധാനങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇപ്പൊ നമ്മൾ കണ്ടെയ്നർ ഡിഫൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇപ്പൊ വേസ്റ്റ് മാലിന്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ,
അപ്പൊ അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Enlarge lab research portfolio by helping to develop new research projects and proposals. Enlarge ചെയ്യാന്ന് വെച്ചാൽ എന്ത് enlarge ചെയ്യാന്ന് വെച്ചാൽ enlarge മീൻസ് വികസിപ്പിക്കുക എന്ന്. ലബോറട്ടറിയുടെ റിസർച്ച് പോർട്ട്ഫോളിയോ വികസിപ്പിക്കുക. ബൈ ഹെൽപ്പിംഗ് ഡെവലപ്പ് ന്യൂ റിസർച്ച് പ്രൊജക്ട്, പുതിയ റിസർച്ചുകളും പ്രൊജക്ടുകളും പ്രപ്പോസൽസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയുടെ റിസർച്ച് പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക. അതായത് അവിടെ കൂടുതലായിട്ടും വെബ് ബേസ്ഡ് ടെക്നോളജി കൊണ്ടുവരിക, ടെക്നോളജിക്കൽ ഉപയോഗിക്കുക, കൂടുതലും കമ്പ്യൂട്ടർ ആയിട്ടുള്ള ടെക്നോളജികൾ വികസിപ്പിക്കുക, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് കൂടുതലും പുതിയ പുതിയ റിസർച്ചുകൾ നടത്താനും പ്രൊജക്ടുകൾ നടത്താനും അല്ലെങ്കിൽ പ്രപ്പോസൽസുകളൊക്കെ നടത്താനും നമുക്ക് ഉപകരിക്കുന്നത്. എൻലാർജ് ചെയ്യുക, വികസിപ്പിക്കുക. പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ലബോറട്ടറി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മള് പ്രൊജക്ട് ഒക്കെ ചെയ്യാറില്ല നിങ്ങൾ. പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കുകൾ, നമ്മൾ ആ പ്രവർത്തനങ്ങൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു രൂപരേഖ. ഓക്കെ, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുക. നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ചെറിയൊരു എന്താ പറയാ സിനോപ്സിസ് എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടുണ്ടോ? പ്രൊജക്ടും പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു സിനോപ്സിസ് ആണ് തയ്യാറാക്കുന്നത്. അതിന്റെ ഒരു കണ്ടന്റ്, ഒരു ഉള്ളടക്കം പോലെ നമ്മൾ ചെയ്യും. അങ്ങനെയുള്ളതിനെ തന്നെയാണ് പോർട്ട്ഫോളിയോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി. സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. കൃത്യമായിട്ട് ലബോറട്ടറി റെക്കോർഡുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, കീപ്പ് ചെയ്ത് വെക്കണം. ഓരോന്നിന്റെയും സ്പെസിഫിക്കേഷൻ മീൻസ് ഓരോന്നിന്റെയും അതിന്റെ ആവശ്യാനുസരണം കൃത്യമായിട്ടത് നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക ലബോറട്ടറി റെക്കോർഡുകൾ. മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെക്ഷൻ. ലാബ് സെക്ഷനിലേക്ക് ആവശ്യമായിട്ട് എത്തിക്കേണ്ട, സപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള മീനിങ് അല്ലെ. കൃത്യമായിട്ട് അവിടെയുള്ള എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കൃത്യമായിട്ടും നമ്മൾ സപ്ലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അവിടേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതെല്ലാം കൃത്യമായിട്ടുള്ള സപ്ലൈ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സജസ്റ്റ് മെഷർ ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ് അല്ലെ. സജസ്റ്റ് മെഷർ ടു എൻഹാൻസ്, അതായത് ഈ ടെസ്റ്റിംഗ് നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, ടെസ്റ്റിംഗ് നടപടിക്രമങ്ങളും അതുപോലെ തന്നെ യൂസ് ഓഫ് എക്യുപ്മെന്റ് ഉപകരണങ്ങളുടെ ഉപയോഗം, ദെൻ അവയുടെ ആവശ്യങ്ങള്, പുതിയ എക്യുപ്മെന്റുകളുടെ ആവശ്യങ്ങള് എന്നിവയെ കുറിച്ചിട്ടുള്ളൊരു നടപടികളൊക്കെ നിർദ്ദേശിക്കാണ്. അതായത് എങ്ങനെയാണ് പുതിയ എക്യുപ്മെന്റ് എന്തെങ്കിലും വാങ്ങിക്കണോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് തകരാറുകളുണ്ടോ, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക. മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതായത് നമ്മള് നിരീക്ഷണങ്ങള് വിശകലനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കുക, അനലൈസ് ചെയ്യാം, വിശകലനം ചെയ്യുക. എക്സ്പെൻസ് എങ്ങനെയാണ്, റവന്യൂ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മീൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വിവിധ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കാനുണ്ടാവും, അങ്ങനെ ഓരോ അതിന്റെ എക്സ്പെൻസുകളും അതിന്റെ റവന്യൂ അതിന്റെ വരുമാനങ്ങളും ചെലവുകളും എങ്ങനെയാണെന്നൊന്ന് മോണിറ്റർ ചെയ്യാം ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറിയിലാണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ലബോറട്ടറിയിൽ വരുന്ന ചിലവുകളും വരവുകളും കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് മോണിറ്റർ ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇപ്പൊ എക്യുപ്മെന്റുകൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ വരുന്ന എക്സ്പെൻസ് എങ്ങനെയാണ്, അപ്പൊ അതിനേക്കുള്ളൊരു മേൽനോട്ടം വഹിക്കുക, ഒന്ന് വിശകലനം ചെയ്യുക, വിലയിരുത്തുക. ഓക്കെ, വായിച്ചു നോക്കാം. നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയത്, അത് തുടങ്ങി ഒന്ന് വായിക്കാം കേട്ടോ. എൻഷ്യൂർ അദറൻസ് തുടങ്ങി ഒന്ന് വായിക്കാം. ഒത്തിരി പോയിന്റ്സ് ഉണ്ട്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വായിക്കാം. അത്യാവശ്യം ഓപ്ഷൻ കാണുന്ന ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ, ഇത് 2 പ്രാവശ്യം ഒന്ന് വായിക്കാം. അത് ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറയണില്ല, കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ. മനസ്സിലാക്കി പഠിക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ പോയിന്റ്സ്? ഇത് നല്ലപോലെ ഒന്ന് വായിക്കണം കേട്ടോ, കാരണം അർത്ഥം മനസ്സിലാക്കി ഒന്ന് 2 പ്രാവശ്യം വായിക്കുക നിങ്ങൾ. ഓക്കെ, നമ്മളുടെ ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുടങ്ങി നോക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലബോറട്ടറി സർവീസിൽ ആദ്യം എന്താണ് ഒരു ലബോറട്ടറി, മെഡിക്കൽ ലബോറട്ടറി എന്താണെന്ന് കണ്ടു. ദെൻ ഫങ്ഷണൽ ഡിവിഷൻസ് ആണ്, 5 ഫങ്ഷണൽ ഡിവിഷൻസ് ആണ്. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ബ്ലഡ് ബാങ്ക്, അഞ്ചെണ്ണം. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളത് ചെറിയൊരു നോട്ട് പോലെ എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടും ഒന്ന് പഠിക്കാം കേട്ടോ, ചെറിയ നോട്ടുകൾ. അതായത് സ്റ്റഡി ഓഫ് ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. ദെൻ പൊസിഷൻ ആണ്, നമ്മൾ ഹൈറാർക്കി ഒരു ലബോറട്ടറിയിൽ ആരൊക്കെയുണ്ട് സ്റ്റാഫുകൾ. അപ്പൊ ഓരോരുത്തരുടെയും പൊസിഷനും നോക്കാം, റെസ്പോൺസിബിലിറ്റീസും നോക്കാം. എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, മെയിൻ ആയിട്ട് പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിക്കാം. ദെൻ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു, ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈൻ, നല്ലൊരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, അത് വായിക്കണം. ദെൻ ലെവൽസ് ഓഫ് ലബോറട്ടറി ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്, ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതും നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സ്മോൾ സൈസിൽ എത്രയാണ് നമ്മൾ പേഷ്യൻസിനെ നോക്കുന്നത്, ദെൻ മീഡിയം സൈസില്, ലാർജ് സൈസില്, വെരി ലാർജ് സൈസില്. അപ്പൊ ഓരോ പേഷ്യൻസിലും ഓരോ സൈസിലും എത്ര പേഷ്യൻസിനെയാണ് നമ്മൾ 1 ഡേയില് പെർ ഡേയില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷൻ. ദെൻ ലബോറട്ടറിയിലെ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതില് MSDS ഫുൾ ഫോം വരുന്നുണ്ട്, SOP വരുന്നുണ്ട്. ഫുൾ ഫോമുകൾ പ്രത്യേകം പറയണ്ടല്ലോ, നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഫുൾ ഫോമുകൾ. ദെൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ സാമ്പിൾ ലേബലിംഗിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ സെക്ഷനിലും റിക്വസിഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനിഷ് ചെയ്യുന്നത് ഡോക്ടറാണ് റിക്വസിഷൻ ഫോം. ദെൻ സാമ്പിൾ റിജക്ഷൻ അക്സെപ്റ്റൻസ് എന്തൊക്കെയാണ് വരുന്നത്. ഇവിടെ ലബോറട്ടറി റെക്കോർഡിൽ തന്നെ LIS-ഉം HIS-ഉം ഫുൾ ഫോമുകൾ വരുന്നുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, റെക്കോർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കണം. കാരണം ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും, ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് ഇത് കൃത്യമായിട്ടും പഠിച്ചാൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇതൊന്ന് പോയിന്റ്സ് പഠിക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. നമ്മളൊന്ന് എടുത്ത സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് അല്ലെ, ലബോറട്ടറിയിൽ സേഫ്റ്റി ആയിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടത്, ജനറൽ സേഫ്റ്റി മെഷേഴ്സുകൾ, പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. സൈൻസ് ആൻഡ് സിംബൽസ് യൂസ് ലബോറട്ടറി, നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സിംബൽസും സൈനുകളും എന്തൊക്കെയാണെന്ന് പിക്ചർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. സിമ്പിൾ ആണ്, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന പിക്ചറുകളൊക്കെ തന്നെയാണ്, എങ്കിലും കൺഫ്യൂഷൻ വന്നേക്കാം അല്ലെ. നമുക്ക് നോർമലി എക്സാമിന്റെ ടൈമില് ഒരു ടെൻഷൻ, അത്രയും ദിവസം ഇല്ലാത്തൊരു ടെൻഷനൊക്കെ എല്ലാവർക്കും വരും അല്ലെ. അപ്പൊ ചിലപ്പോ നമ്മളുടെ അശ്രദ്ധ മൂലം നമുക്ക് അവിടെ മാർക്ക് മിസ്സായി പോകാം. അതുകൊണ്ട് എന്ത് ചെയ്യാ, കൃത്യമായിട്ട് നമ്മൾ എളുപ്പമാണെന്ന് ഓർക്കും സിമ്പിൾ അല്ലെ, നിങ്ങൾ എളുപ്പമാണ് അത് കുഴപ്പമില്ല, എക്സാമിന് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ളത് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്, പഠിക്കണം. നമ്മൾ ഏതാണോ എളുപ്പം എന്ന് വിചാരിക്കുന്നത് അവിടെ ആയിരിക്കും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. നോർമൽ അങ്ങനെയല്ലേ എല്ലാ എക്സാമുകൾക്കും, നമ്മൾ ഭയങ്കര സിമ്പിൾ ആണ്, അത് ആ സമയത്ത് നോക്കിയാൽ മതി എന്ന് ഓർത്ത് നമ്മൾ അതിനെ വിട്ട് കളയും, കാര്യമായിട്ട് പഠിക്കില്ല. എക്സാമിന്റെ ടൈമിലാകുമ്പോൾ വായിക്കാന്ന് ഓർക്കുക. പക്ഷെ കറക്റ്റ് എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിക്കും, അവിടെ നമ്മുടെ സ്കോർ പോകും ഇല്ലേ. അങ്ങനെയാണ് പൊതുവെ. അതുകൊണ്ട് സിമ്പിൾസ് നല്ലോണം നോക്കി ഒന്ന് വെച്ചേക്കാം. ഓക്കെ, കാരണം നമ്മളത് എളുപ്പമാണെന്നോർത്ത് വിട്ട് കളയണ്ട, ചോദിച്ചാലും ഇല്ലെങ്കിലും പഠിച്ചു വെക്കാം. പിന്നെ ലബോറട്ടറിയിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇനി എപ്പോഴെങ്കിലും നമ്മൾ ലബോറട്ടറിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഒന്ന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യില്ലേ? അത് നമ്മൾ ചെക്ക് ചെയ്യില്ലായിരുന്നു, നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോ എക്സാമിന്റെ ടൈം ഒന്നും ആയിട്ടില്ല, പഠിക്കുക. ഈ എക്സാമിന്റെ ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ പഠിക്കാനായിട്ട്? ഡേറ്റ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കേണ്ട, പഠിച്ചു കേട്ടോ, പഠിച്ചു തുടങ്ങാം. എക്സാം ഒക്കെ ആകുമ്പോൾ ഇൻഫർമേഷൻ ഒക്കെ തരും. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ സിമ്പിൾസ് ഒക്കെ നോക്കാം. റെസ്പോൺസിബിലിറ്റീസ്, ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, എങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലബോറട്ടറിയിൽ വരുന്നത്.
തേർഡ് ആൻഡ് ഫോർത്ത് കിട്ടിയില്ല, തേർഡ് ആൻഡ് ഫോർത്ത് കിട്ടും കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ തരും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണ്ടേ നമ്മൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണമല്ലോ നെക്സ്റ്റ് എടുക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂള് ഇങ്ങനെയുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. അത്യാവശ്യം നമുക്കൊന്ന് വായിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. തേർഡ് ആൻഡ് ഫോർത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ജനറൽ ടോപ്പിക്കുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ബുദ്ധിമുട്ടെന്നല്ല, ഇതുപോലെ നമുക്ക് പോയിന്റ് ഔട്ട് എല്ലാം ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫോർട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഇതും എഫോർട്ട് ചെയ്യണം. എഫോർട്ട് ചെയ്യേണ്ടതല്ല, നമ്മൾ നല്ല രീതിയിൽ എഫോർട്ട് എടുത്താലേ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ലബോറട്ടറി എന്നൊരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എക്സാമിന് ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട, സമയം കിട്ടുന്നത് പോലെ പഠിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? അഭിരാമി എന്തോ കമന്റ് ചെയ്തായിരുന്നല്ലോ, ഡൗട്ട്സ് എന്തെങ്കിലും ആണോ? മൊഡ്യൂൾ 3-യിലല്ലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പോ വന്ദനാമസ് എടുത്തിരിക്കുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ? ആണോ? ടെർമിനോളജി. ഓക്കെ, അപ്പൊ ടെർമിനോളജിയില് വേറൊരു അടുത്തൊരു സെക്ഷൻ. ഇപ്പൊ ഏതാണ് ടെർമിനോളജി എടുത്തുകൊണ്ടിരിക്കുന്നത് മിസ്? ടെർമിനോളജിയിൽ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? റൂട്ട് വേർഡ്സ് ആണ്. ഓക്കെ, റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയോ? റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയോ? ഇല്ല. ഓക്കെ, റൂട്ട് വേർഡ്സ് കഴിഞ്ഞു വരുന്ന അടുത്തൊരു സെക്ഷൻ ടെർമിനോളജിയിൽ തന്നെ ഒരു പാർട്ട് ആയിരിക്കും ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത്. ഓക്കെ, തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യില്ല. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ.